അല്ല, ആരിത് തീറ്ററപ്പായോ? തീറ്ററപ്പായോ? അതാരാ? നമ്മുടെ കറുപ്പേട്ടൻ അറിയില്ലേ? തീറ്ററപ്പേട്ടൻ. തീറ്ററപ്പായോ? എനിക്കറിയില്ല തീറ്ററപ്പായെ. നിനക്ക് തീറ്റർപ്പായിനെ അറിയില്ലടാ. പിന്നെ എവിടെ നിന്ന് വന്നടാ തീറ്ററപ്പാനെ അറിയാത്തവൻ? ഇയാളെ ഏതാണ്? തീറ്റർപ്പാനെ അറിയാത്ത ആളാ? പയ്യട്ട ഇവിടെ സ്ഥിരം വന്നിരുന്ന ആളാണ്. രാവിലെ വരും, ഒരു 10 പൊറോട്ട 2 ചായയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 100 ഇഡ്ഡലി 200 ഇഡ്ഡലിയൊക്കെ ആൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും. വെജിറ്റേറിയൻ ഭക്ഷണത്തിനോടാണ് ആൾക്ക് താല്പര്യം. വെള്ളമുണ്ടും കാക്കി ഷർട്ടാണ് ആള്. ഈ NIDയുടെ DSP സാറിന്റെ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് കൊടുക്കുക, അതിട്ടാണ് നടക്കുക. ഇപ്പോൾ കലോത്സവം നടക്കുകയാണല്ലോ. തീറ്ററപ്പായി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു വേദിയിൽ സ്ഥിരമായി ഉണ്ടാവുമായിരുന്നു. അത് ഏത് വേദിയാണെന്നല്ലേ? അതാണ് അടുക്കള വേദി. അവിടെ ഇപ്പോൾ പഴയിടം ഉണ്ടാവും. പഴയിടത്തിന് തീറ്ററപ്പായെക്കുറിച്ച് അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല. നമുക്ക് കലവറ വരെ ഒന്ന് പോയി വരാം. പല മാധ്യമങ്ങളിൽ കൂടി അല്ലാണ്ട് ഇങ്ങനെ കേട്ട ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. തീറ്ററപ്പായി വന്നാൽ ഞങ്ങൾ തീറ്ററപ്പായിക്ക് സെപ്പറേറ്റ് സീറ്റ് ഇട്ട് അവിടെ ഇരുത്തുമല്ലോ. ഇഷ്ടമുള്ളത്ര ഭക്ഷണം നമ്മൾ കൊടുക്കും. കാരണം കലോത്സവ ഊട്ടുപുരകളിൽ ഒരിക്കലും അടുപ്പുകൾ അണയുന്നില്ല എന്നുള്ളതാണ്. തുടങ്ങിയാൽ പിന്നെ അവസാനിക്കുന്ന ദിവസം മാത്രമേ അടുപ്പുകൾ അണയുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് കലോത്സവത്തിൻ്റെ മഹിമ. അത് തന്നെയാണ്. അടങ്ങാത്ത വിശപ്പുമായി ജീവിച്ച, വിളമ്പി നൽകുന്നതൊന്നും ബാക്കി വയ്ക്കാതെ മുഴുവൻ കഴിച്ചു തീർത്ത ആ റപ്പായി ചേട്ടനെ അല്ലാതെ ഈ കലവറക്കാർ വേറെ ആരെയാണ് ഓർക്കേണ്ടത്? ഈ കലോത്സവത്തിന് റപ്പായി ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ 5 ദിവസവും എല്ലാ നേരവും പഴയിടം ചോദിക്കുമായിരുന്നു പുഞ്ചിരിയോടുകൂടി. റപ്പായി ചേട്ടൻ്റെ വയറ് നിറഞ്ഞു വന്നു. ക്യാമറാമാൻ നിഖിൽ ജോസഫിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും വിമൽ കുമാർ, മാതൃഭൂമി ന്യൂസ്.